അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ട്രാൻസ്ലേഷൻ്റെ കോഴ്സിൻ്റെ ഏറ്റവും അവസാന സെഷനുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 25ാമത്തെ ക്ലാസ്സിലാണുള്ളത്. 24ാമത്തെ ക്ലാസ്സിൻ്റെ അസസ്മെൻറ്റ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരുന്നു. അതായത് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അതിൽ പറഞ്ഞ ഏതെങ്കിലും 3 ഡയലോഗുകൾ, അടുപ്പിച്ചുള്ള കണ്ടിന്യൂസ് ആയി വരുന്ന 3 ഡയലോഗുകൾ ഹർക്കത്ത് സഹിതം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. പ്ലസ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥമല്ല എഴുതേണ്ടത്, മലയാളത്തിലുള്ള അർത്ഥവും എഴുതുക. അപ്പോൾ ഓരോ ഡയലോഗും ഹർക്കത്ത് സഹിതം എഴുതുക, അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എഴുതുക. എന്നിട്ട് നിങ്ങളുടെ റോൾ നമ്പർ ആ എഴുതിയ പേജിൻ്റെ മുകളിലായിട്ട് റോൾ നമ്പറും പേരും എഴുതുക. എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഷാ അല്ലാഹ് 28ാമത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള 4 ക്ലാസ്സുകളുടെ അസൈൻമെൻറ്റ് കൂടി, ടാസ്ക് കൂടി എഴുതാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി എല്ലാം തുടർച്ചയായിട്ട് എഴുതണമെന്ന് പ്രത്യേകം ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഇനിയുള്ള ക്ലാസ്സുകളുടെ അസസ്മെൻറ്റുകൾ ആ വീഡിയോയിൽ കൂടെ തന്നെയാണ് പറയുക. പ്രത്യേകിച്ച് ലിങ്കുകളൊന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വീഡിയോയുടെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അസസ്മെൻറ്റിനെ കുറിച്ച് പറയും. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് 25ാമത്തെ ക്ലാസ് തുടങ്ങാം. നമ്മൾ പറഞ്ഞു, ഇനി കുറച്ച് സംഭാഷണങ്ങളാണ് പരിചയപ്പെടുക. നമുക്ക് എപ്പോഴും ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന സംഭാഷണങ്ങളാണ്. അതിൽ 2ാമത്തെ സംഭാഷണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഉദ്ദേശിക്കുന്നത്. ആസ്കിങ് ഫോർ ഡയറക്ഷൻസ്. അതായത് നാം വഴിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വഴികളൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ അത് അറബിയിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നാം ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആസ്കിങ് ഫോർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തലബുൽ ഇത്തിജാഹാത്ത്, വഴികൾ. ഇത്തിജാഹാത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ്. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ അറബിയിൽ നമ്മളത് ലാംഗ്വേജ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അൽ-ഇത്തിജാഹാത്ത് എന്ന് കാണിക്കും. ഇംഗ്ലീഷിൽ ഡയറക്ഷൻസ് എന്നുണ്ടാവുമല്ലോ, അതിന് പകരം അൽ-ഇത്തിജാഹാത്ത്. അപ്പോൾ ആസ്കിങ് ഫോർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തലബുൽ ഇത്തിജാഹാത്ത്, വഴി ചോദിക്കുക. അപ്പോൾ ഒരു യാത്രികൻ, അഹ്മദ് എന്ന് പറയുന്ന യാത്രികനും റോഡിലുള്ള ഒരാളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നടക്കുന്നത്. ഡയറക്റ്റ് സംഭാഷണത്തിൻ്റെ ക്രക്സിലേക്ക്, അതിൻ്റെ സത്തയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഹ്മദ്, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ. എക്സ്ക്യൂസ് മീ എന്നുള്ളതിന്, അതുപോലെ തന്നെ ക്യാൻ യു ഹെൽപ്പ് മീ എന്നുള്ളതിന് അറബിയിൽ എന്താണ് ഉപയോഗിക്കുക? ഒരുപക്ഷെ നിങ്ങൾ മുമ്പത്തെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഉദ്റൻ, എക്സ്ക്യൂസ് മീ. എനിക്ക് ഒരു എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ അവർ വേറെന്തോ സംഗതിയിലൊക്കെ ഏർപ്പെടുമ്പോൾ അവരോടൊന്ന് ക്ഷമ ചോദിക്കുകയാണ്. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് ഉദ്റൻ, ഒന്ന് സഹായിക്കോ, അല്ലെങ്കിൽ ഒന്ന് എൻ്റെ കാര്യം നോക്കോ, ഒന്ന് പുറത്തു തരുമോ. ഹൽ യുംകിനുക മുസാദതി. ഹൽ യുംകിനുക, ക്യാൻ യു ഹെൽപ്പ് മീ മുസാദതി, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ. അപ്പോൾ ക്ഷമിക്കണം, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ. അപ്പോൾ അതിന് വഴിയിലുള്ള ആൾ മറുപടി കൊടുക്കുകയാണ്. മാൻ ഓൺ ദി സ്ട്രീറ്റ്, ഓഫ് കോഴ്സ്, തീർച്ചയായും. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത്. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത്. അപ്പോൾ അതിന് അറബിയിൽ എന്ത് പറയും? റജുലുൻ ഫിഷാരിയ, മാൻ ഓൺ ദി സ്ട്രീറ്റ്, ബിത്തബ. അത് അറബിയിലൊരു പ്രയോഗമാണ്. ബിത്തബ, തീർച്ചയായും. ഓഫ് കോഴ്സ്, ഡെഫിനിറ്റ്ലി എന്നുള്ളതിനൊക്കെ അറബിയിൽ ബിത്തബ. കൈഫ യുംകിനുനി മുസാദതുക്, കൈഫ യുംകിനുനി, എനിക്കെങ്ങനെ സാധിക്കും. മുസാദതുക, നിന്നെ സഹായിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും. അവിടെ മുസാദതുക, നിന്നെ സഹായിക്കാൻ. കൈഫ യുംകിനുനി, എനിക്കെങ്ങനെ സാധിക്കും. യുംകിനു നീ, നീ എന്നുള്ളിടത്ത് എന്നെ എന്നുള്ള അർത്ഥം വന്ന് കൈഫ യുംകിനുനി മുസാദതുക. അപ്പോൾ നിങ്ങൾ സംഭാഷണത്തിൻ്റെ ഇതിലുള്ള അസസ്മെൻറ്റും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 4 ഡയലോഗുകൾ
അതിൻ്റെ അറബിയിൽ ഹറക്കത്തും ഇടണം, പ്ലസ് അതിൻ്റെ മലയാളത്തിലുള്ള വിവർത്തനവും എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ യാതൊരു കാരണവശാലും നിങ്ങളുടെ അസസ്മെൻറ്റുകൾ മറ്റുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയോ അയാൾക്ക് അത് എഴുതാൻ സഹായിക്കുകയോ ചെയ്യരുത്. എല്ലാവരും ഈ ക്ലാസ് കേട്ടിട്ടാണ് അസസ്മെൻ്റ് എഴുതേണ്ടത്. ക്ലാസ് കേട്ടിട്ടും എഴുതാൻ കഴിയാത്ത ആളുകൾ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. റജുലുൻ ഫിഷാരിയ ബിത്തബ, തീർച്ചയായും. കൈഫ യുംകിനുനി മുസാദതുക, ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കും, എനിക്ക് നിന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അഹമ്മദിൻ്റെ ഡൗട്ട് അവിടെ ചോദിക്കുകയാണ്. അഹമ്മദ് ചോദിച്ചു, വേർ ഈസ് ദ നിയറസ്റ്റ് ബാങ്ക് ഫ്രം ഹിയർ. നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾ, ഇവിടെ തൊട്ടടുത്തുള്ള പള്ളി ഏതാണ്, തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് ഏതാണ്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റെസ്റ്റ് റൂം എവിടെയാണ്, തൊട്ടടുത്തുള്ള ഹോട്ടൽ എവിടെയാണ് എന്നുള്ളതൊക്കെ ചോദിക്കും. ഓക്കെ, അതിനെന്ത് പറയും? വേർ ഈസ് ദ നിയറസ്റ്റ് ബാങ്ക്. ഇവിടെ ചോദിക്കുന്നത് ബാങ്ക് എവിടെയാണ് എന്നുള്ളതാണ്. ഓക്കെ. അഹ്മദ്, ഐന യഖൗ അഖ്റബു ബങ്കിൻ മിൻഹുന. ഫ്രം ഹിയർ എന്നുള്ളതിനാണ് മിൻഹുന അവിടെ പ്രയോഗിച്ചത്. ഫ്രം ഹിയർ, ഇവിടെ നിന്ന്. അഖ്റബു ബങ്കിൻ, ഏറ്റവും അടുത്തുള്ള ബാങ്ക്. ഐന യഖൗ, എവിടെ കിടക്കുന്നു എന്നുള്ളതിന് അറബിയിൽ വേർ ഈസ് എന്നുള്ളതിന് ഐന യഖൗ എന്ന് പ്രയോഗിച്ചു. അപ്പോൾ കൂട്ടി പറയുകയാണെങ്കിൽ ഐന യഖൗ അഖ്റബു ബങ്കിൻ മിൻഹുന, ഇവിടെ തൊട്ടടുത്തുള്ള ബാങ്ക് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അപ്പോൾ മാൻ ഓൺ ദി സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വഴിയിലുള്ള ആളുകളൊക്കെ പറഞ്ഞു തരുമല്ലോ, ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് അടുത്ത റോഡെത്തുമ്പോൾ ഇടത്തോട്ട് പോയി അങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. അതേപോലെയാണ് ഇവിടെ മാൻ ഓൺ ദി സ്ട്രീറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. ദ ബാങ്ക് ഈസ് 5 minutes away on the foot. Okay, the bank is 5 minutes away on the foot. Walk straight ahead, then turn right at the traffic light. Okay, the bank is 5 minutes away on the foot. ബാങ്ക് കാൽനടയായി നടക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ദൂരമാണുള്ളത്. കാൽനടയായി നടക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ദൂരമാണ് ബാങ്കിനുള്ളത്. അപ്പോൾ ഇനി നിർദ്ദേശം പറഞ്ഞു കൊടുക്കുക. വാക്ക് സ്ട്രൈറ്റ് അഹെഡ്, നേരെ നടക്കുക. ദെൻ ടേൺ റൈറ്റ് അറ്റ് ദ ട്രാഫിക് ലൈറ്റ്, അങ്ങനെ നേരെ നടന്നാൽ ഒരു ട്രാഫിക് സിഗ്നലെത്തും, അവിടുന്ന് റൈറ്റിലേക്ക് തിരിയുക. ഓക്കെ, അതിന് അറബിയിൽ എന്താണെന്ന് നോക്കാം. റജുലുൻ ഫിഷാരിയ അൽ ബങ്കു അലാ ബുഅദി, അലാ ബഅദ എന്ന് വായിക്കരുതേ, അലാ ബുഅദി 5 دقائق سيرا على الأقدام. سر إلى الأمام ثم انعطف. سر إلى الأمام ثم انعطف يمينا عند الإشارة. أوكي. رجل في الشارع البنك على بعد 5 دقائق. 5 മിനിറ്റ് ദൂരത്താണ് ബാങ്ക് കിടക്കുന്നത്. ബുഅദ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഓക്കെ, 5 ദഖായിഖ് 5 മിനിറ്റ്. അറബിയിൽ ദഖീഖത്തുൻ ജമ്മ് ദഖായിഖ് എന്നാണ് മിനിറ്റിന് പറയാം. 5 ദഖായിഖ്, ഇപ്പോൾ 15 മിനിറ്റായി. 15 ദഖായിഖ്. ഓക്കെ, അപ്പോൾ അല ബുഅദി 5 ദഖായിഖ്, 5 മിനിറ്റ് ദൂരത്താണ് ബാങ്ക് കിടക്കുന്നത്. സൈറൻ അലൽ അഖ്ദാമി, കാൽനടയായി സഞ്ചരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കാൽനടയായി സഞ്ചരിക്കുമ്പോഴുള്ള ദൂരമാണ് അവിടെ കണക്കാക്കിയത്, 5 മിനിറ്റ്. സൈറൻ അൽ അഖ്ദാം, ഓൺ ഫുട്ട്. സൈറൻ നടക്കുമ്പോൾ, ഓക്കെ, സഞ്ചരിക്കുമ്പോൾ എന്നുള്ള അർത്ഥം. ഇനി പറഞ്ഞു കൊടുക്കണം. സിർ ഇലൽ അമാം, നീ സ്ട്രൈറ്റിൽ സഞ്ചരിച്ചോ. സിർ ഇലൽ അമാം, വാക്ക് സ്ട്രൈറ്റ് അഹെഡ്, നീ നേരെ സഞ്ചരിച്ചോ. സുമ്മൻ അത്തിഫ് യമീനൻ, പിന്നെ വലത്തോട്ട് തിരിയുക. ഇന്ദൽ ഇഷാറ, അവിടെ ഒരു സിഗ്നൽ ഉണ്ടാകും. ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ലൈറ്റ് അല്ലെങ്കിൽ സിഗ്നൽ, ട്രാഫിക് ബോർഡ് എന്നുള്ളതിനാണ് അറബിയിലൂടെ ഇഷാറത്ത് എന്ന് പ്രയോഗിച്ചത്. സുമ്മൻ അത്തിഫ് യമീനൻ, പിന്നെ വലത്തോട്ട് തിരിയുക. ഇന്ദൽ ഇഷാറത്ത്, ഒരു സൈൻ ബോർഡിൻ്റെ അടുത്തെത്തുമ്പോൾ, ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ, ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്തെത്തുമ്പോൾ വലത്തോട്ട് തിരിയാൻ. ഇൻ അത്തിഫ് എന്ന് പറഞ്ഞാൽ ടേൺ, യമീനൻ റൈറ്റ്,
തുമ്മൻ അതിഫ് യമീനൻ, പിന്നെ ടേൺ റൈറ്റ്, പിന്നെ വലത്തോട്ട് തിരിഞ്ഞോ, ഇന്ദൽ ഇഷാറ ട്രാഫിക് സിഗ്നൽ എത്തുമ്പോൾ. ഓക്കെ, ഒന്നൊരു ഹർക്കത്തിലാൻ വേണ്ടി അൽ ബങ്കു അലാ ബുഅദി ഹംസി ദഖായിക സൈറൻ അലൽ അഖ്ദാമി സിർ ഇലൽ അമാമി തുമ്മൻ അതിഫ് യമീനൻ ഇന്ദൽ ഇഷാറ. അപ്പോൾ നിങ്ങളുടെ അസസ്മെൻറ്റിലുള്ള ഒരു സെൻറ്റൻസ് നിർബന്ധമായും ഇതായിരിക്കണം. ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള രണ്ടെണ്ണോ തൊട്ട് മുമ്പിലുള്ള രണ്ടെണ്ണോ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. ഓക്കെ, നിർബന്ധമായും ഈ ഒരു ഡയലോഗ് അതിൽ വരണം. അഹ്മദ്, താങ്ക് യു വെരി മച്ച്. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ കിട്ടിയല്ലോ. ശുക്രൻ ജസീലൻ ലക്. അവിടെ ഫസ്റ്റുള്ള ആ ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നം വെറുതെ വന്നതാണ്. ശുക്രൻ ജസീലൻ ലക്, അത് ഇങ്ങോട്ട് ലക്കിൻ്റെ ശേഷം വരേണ്ടതാണ്. ശുക്രൻ ജസീലൻ ലക്, നിങ്ങൾക്ക് വളരെയധികം നന്ദി. ശുക്രൻ ജസീലൻ ലക്, നിങ്ങൾക്ക് വളരെയധികം നന്ദി. അപ്പോൾ തിരിച്ചു നന്ദി പറയുമ്പോൾ നമ്മൾ വെൽക്കം എന്ന് പറയാറുണ്ടല്ലോ, ഇംഗ്ലീഷിലൊക്കെ വെൽക്കം എന്ന് പറയും. താങ്ക് യു എന്ന് പറഞ്ഞാൽ വെൽക്കം എന്ന് പറയും. അപ്പോൾ മാൻ ഓൺ ദി സ്ട്രീറ്റ്, യു ആർ വെൽക്കം. അപ്പോൾ റജുലുൻ ഫിഷാരി പറയണത് യു ആർ വെൽക്കം, നിങ്ങൾക്ക് വളരെ സ്വാഗതം. അപ്പോൾ അതിന് അറബിയിൽ പ്രയോഗിച്ചത് അല റഹബി വസ്സ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവിടെ യു ആർ വെൽക്കം എന്നുള്ളതിന് മർഹബൻ എന്നല്ല അവിടെ പ്രയോഗിച്ചത്, അല റഹബി വസ്സഅത്തി. അത് വായിക്കുമ്പോൾ അല റഹബി വസ്സ. റജുലുൻ ഫിഷാരി, യു ആർ വെൽക്കം അല റഹബി വസ്സ. നിങ്ങൾക്കും വെൽക്കം, സ്വാഗതം എന്നുള്ള അർത്ഥം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിലുള്ള ഒരു സംഭാഷണം. ഇതിലുള്ള ഓരോ ഡയലോഗുകളും കൃത്യമായി നിങ്ങൾ പഠിക്കണം. നമ്മളുടെ പരീക്ഷ അസസ്മെൻറ്റ്, മെയിൻ അസസ്മെൻറ്റ് വെളിപ്പാടകലെയാണ്. ഇൻഷാ അല്ലാഹ് 26-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ലാസ്റ്റ് ഹവറിന് ശേഷം 2:15 മുതൽ 3:15 വരെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ അസസ്മെൻറ്റിന് വരുമ്പോൾ നിങ്ങൾ ഒരു പെന്ന് അതുപോലെ തന്നെ പെൻസിൽ കൊണ്ടുവരേണ്ടതാണ്. പെൻസിൽ നിർബന്ധമായിട്ടുണ്ടാവണം. കുറച്ച് OMR ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കുറച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. കൃത്യസമയം പാലിച്ച് വരണം, അല്ലാത്തവർക്ക് സമയം നഷ്ടമാകും. ഓക്കെ, അന്ന് മറ്റുള്ള പരിപാടികളൊക്കെ എന്തുണ്ടെങ്കിലും അത് മാറ്റി വെക്കാൻ ആദ്യമേ പറയണം. നമ്മൾക്ക് ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.